അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധമാക്കപ്പെട്ട ബലിപെരുന്നാൾ നമ്മളിലേക്ക് ആഗതമാവുക. നമ്മൾ ഇറക്കുന്ന ഉദഹിയ്യത്ത് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മസലയാണ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഉദഹിയ്യത്തിന് ഞാൻ കരുതി എന്ന് മാത്രമാണ് ഒരാൾ നിയ്യത്ത് വെക്കുന്നതെങ്കിൽ ആ ഉദഹിയ്യത്ത് വാജിബായി തീരുകയാണ്. നമ്മൾ സുന്നത്തായ ഉദഹിയ്യത്താണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സുന്നത്തായ ഉദഹിയ്യത്തിനെ കരുതി എന്നത് പ്രത്യേകം അനിവാര്യമാണ്. അങ്ങനെ സുന്നത്തായ ഉദഹിയ്യത്തിനെ എന്ന് നമ്മൾ കരുതാതിരിക്കുമ്പോൾ അത് വാജിബാവുകയും ആ ഉദഹിയ്യത്തറുത്ത മൃഗത്തിന്റെ മാംസത്തിൽ നിന്ന് ഒന്നും തന്നെ നമുക്ക് ഭക്ഷ്യയോഗ്യമല്ലാതിരിക്കുകയും നമ്മൾ ചെലവ് കൊടുക്കൽ നിർബന്ധമുള്ള ആളുകൾക്ക് പോലും അത് ഭക്ഷിക്കാൻ അനുവദനീയമാകാതിരിക്കുകയും മുഴുവൻ സദഖ കൊടുക്കൽ നിർബന്ധമാകുന്ന രീതിയിലേക്ക് അത് പോകും. ഉദഹിയ്യത്തറക്കേണ്ട സമയം എന്ന് പറയുന്നത് പെരുന്നാൾ സുബ്ഹി മുതൽ 4-ാം പെരുന്നാൾ മഗ്‌രിബിന് മുമ്പായിട്ടാണ്. ഉദഹിയ്യത്തറക്കേണ്ട ജീവി നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ 1 വയസ്സ് പൂർത്തിയായതോ പല്ല് കൊഴിഞ്ഞതോ ആയ ചെമ്മരിയാട്, അതല്ലെങ്കിൽ 2 വയസ്സ് പൂർത്തിയായ കോലാട്, അതുമല്ലെങ്കിൽ 2 വയസ്സ് പൂർത്തിയായ മാട്, 5 വയസ്സ് പൂർത്തിയായ ഒട്ടകം. ഇതിലേതെങ്കിലും ഒന്നാണ് ഉദഹിയ്യത്തായി നമ്മൾ അറക്കേണ്ടത്.